ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 20-ാം തീയതി നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, അതുപോലെ ഈ ദിവസത്തിൻ്റെ ശുഭ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു മഹത്തായ കാര്യമായിട്ട് ഒരുപക്ഷെ വീക്ഷിക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അമ്മയെ കൊള്ളയടിക്കാൻ മടിക്കാത്തൊരു മകൻ്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അമ്മയെ കൊള്ളയടിച്ചു. കുറേയൊന്നുമല്ല, 1000 പണമാണ് അവൻ മോഷ്ടിച്ചത്. അമ്മ ആ പണത്തെക്കുറിച്ച് വളരെ ദുഃഖിച്ചു. അവസാനം ആ പണം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ് നേർച്ചയൊക്കെ നേർന്ന് കാണും. ഏതായാലും മകൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, നിനക്ക് മോഷണം പോയ 1000 പണമുണ്ടല്ലോ, അത് ഞാനാണ് എടുത്തത്, ഞാനത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അവൾക്ക് എന്തൊരു സന്തോഷം. അപ്പോൾ അവളൊരു നേർച്ച നേർന്നു. എന്താണ് നേർച്ച നേർന്നത്? എൻ്റെ മകൻ മോഷ്ടിച്ച പണം തിരിച്ചു കിട്ടിയിരിക്കുക, യഹോവയ്ക്ക് ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കുമെന്നാണ്. യഹോവയ്ക്കൊരു വിഗ്രഹം ഉണ്ടാക്കും. വൈരുദ്ധ്യാത്മകമായിരിക്കൊരു പ്രസ്താവനയാണ്. യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം അവൻ മോഷ്ടിച്ചുവെങ്കിലും മോഷണം തിരിച്ചു തന്നു. ഇനിയും അവൻ കൂടുതൽ അനുഗ്രഹിക്കാൻ പോയി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവൻ തന്നതായിരിക്കുന്ന പണം ഞാനൊരു തട്ടാന് കൊടുത്ത് തട്ടാൻ യഹോവയ്ക്കൊരു വിഗ്രഹം ഉണ്ടാക്കി ആ വിഗ്രഹത്തെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. യഹോവയ്ക്കൊരു വിഗ്രഹം ഉണ്ടാക്കുകയോ, യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് കൽപ്പിച്ചതായിരിക്കുന്ന യഹോവയ്ക്ക് വിഗ്രഹം ഉണ്ടാക്കുകയോ, ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് താഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുതെന്ന് പറഞ്ഞതായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു രൂപം ഉണ്ടാക്കുക, വിഗ്രഹം ഉണ്ടാക്കുക. എന്താണ് ഈ ചെയ്യുന്നത്? മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഭക്തി മൂത്താൽ ഇങ്ങനെയൊരു ഭക്തിയുണ്ടോ? ഭക്തി മൂത്താൽ ഇങ്ങനെയൊരു ഭക്തിയുണ്ടോ? യാതൊരു രൂപം ഉണ്ടാക്കരുതെന്ന് കർശനമായി കൽപ്പിച്ച യഹോവയ്ക്ക് ഇതായി ഇപ്പോൾ ഭക്തിയുടെയും നന്ദിയുടെയും സ്മാരകമായ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു. വിഗ്രഹാരാധിയായ അമ്മ, മോഷ്ടാവായ മകൻ, പണം കിട്ടിയാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് തട്ടാൻ. എന്താ പോരെ? മോഷ്ടിക്കാൻ മടിയില്ലാത്ത മകന്, വിഗ്രഹം ഉണ്ടാക്കാൻ മടിയില്ലാത്ത അമ്മ, വിഗ്രഹങ്ങൾ കാശ് കിട്ടിയാൽ ഏത് രൂപത്തെയും ഏത് ദൈവത്തെയും ഉണ്ടാക്കി കൊടുക്കുന്ന തട്ടാന്മാർ. അതാണെന്ന് ഇസ്രായേലിൻ്റെ ഗതിയെന്ന് പറയുന്നത്. ഇന്നും പലരുടെയും മതവും ഭക്തിയും ക്രിസ്തുമതത്തിലെ പ്രബലമായ പല അവാന്തര വിഭാഗക്കാരും എത്ര ഭക്തിയോടെയാണ് സ്വരൂപങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കി കർത്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എത്രയെത്ര രൂപങ്ങൾ, നെടുകയും മുറുകയും കുറുകയും നടന്ന മുക്കിന് രൂപങ്ങളാണ്, പ്രതിഷ്ഠകളാണ്. വിശുദ്ധന്മാരുടെയും ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നതും അമ്മയുടെ എന്ന് പറയുന്നത് എന്ന് വേണ്ട വിഗ്രഹങ്ങളുടെയോട് വിഗ്രഹമാണ്. അന്യമതക്കാർക്കുള്ളതിനേക്കാൾ കൂടുതൽ വിഗ്രഹം ക്രിസ്തു മതക്കാർക്കാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ റോഡിൽ കൂടെ നടന്ന അന്യമതക്കാരുടെ വിഗ്രഹമൊന്നും അധികമൊന്നും കാണുകയില്ല. അവർക്ക് ഈ കുരിശുമൂടുകളൊന്നും ഇല്ലല്ലോ. അവിടെ ഇവിടെ ഒന്നരണ്ട ദേവന്മാരുടെ കാണുമ്പോൾ ക്ഷേത്രത്തിലാണ് മിക്കവാറും ഉള്ളത്. അയ്യോ, ക്രിസ്ത്യാനികൾക്കുള്ളതുപോലെ വിഗ്രഹങ്ങളുണ്ടോ? ഇതെന്താണ് എൻ്റെ പ്രിയമുള്ളവർ? പണം മോഷ്ടിച്ച മകനും വിഗ്രഹം ഉണ്ടാക്കാൻ പണം ഉപയോഗിച്ച അമ്മയും വിഗ്രഹം ഉണ്ടാക്കി കൊടുത്ത് തട്ടാനും, അതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ശാപമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. പക്ഷേ അത് ഭക്തിയോടെയാണ് അവർ ചെയ്തതെന്നുള്ളതാണ്. ഭക്തിയോടെയാണ് ചെയ്തത്. എത്ര ഭക്തിയോടെയാണ് അതുണ്ടാക്കി കർത്താവിന് പ്രതിഷ്ഠിച്ചു. എത്ര വലിയ ഉത്സവങ്ങളാണ് അങ്ങനെയുള്ള വിഗ്രഹങ്ങളോട് ചേർന്ന് കൊണ്ടാടുന്നത്. കോടികളുടെ വരവാണ് സമുദായത്തിലുള്ളത്. ദൈവജനം അധപ്പതിച്ചാൽ നടക്കരുതാത്ത പലതും അവരുടെ ഇടയിൽ നടക്കും. വിഗ്രഹാരാധനയും മോഷണവും വിഗ്രഹനിർമ്മാണവും യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതെ ചെയ്യും. ഭക്തി വ്യാജമായാൽ വരുന്ന ആപത്ത് വളരെ വലുതാണ്. ഇത് ഇസ്രായേലിൽ സംഭവിച്ചു എന്നുള്ളത് സങ്കടകരമാണ്. കാരണം 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള ന്യായപ്രമാണം ലഭിച്ചത് ഇസ്രായേലിനാണ്. അവരാദ്യം ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു, അതിൻ്റെ ഫലം അനുഭവിച്ചു. അതേ കാളക്കുട്ടി അവർ അരച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി എല്ലാത്തിനെയും കുടിപ്പിച്ചു. മോശ ചെയ്ത് വളരെ നല്ല, അതിനെല്ലാം പിന്നെ എന്താ ചെയ്യുന്നത്? അതിനെ വിഴുങ്ങിക്കാൻ ഒക്കുമോ? അത്രയും വലുതിനെ. അതുകൊണ്ട് അവരെ കൊണ്ടെല്ലാം കുടിപ്പിച്ചു. ദൈവത്തെ കുടിച്ച മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളാണ്, ദൈവത്തെ കുടിച്ച മനുഷ്യർ. ഇവിടെ അതുപോലെ തന്നെ ഒരു വലിയ സംഭവമാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളോട് ചേർന്ന് കോടികളുടെ വരവാണ്. ഞാൻ നിങ്ങളോട് പറയാം, നല്ല ഉദ്ദേശത്തിൽ എന്ത് ചെയ്താൽ ദൈവത്തിന് സ്വീകാര്യമാകില്ല. അങ്ങനെ ഒരു ധാരണ ആളുകൾക്കുണ്ട്. നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ എല്ലാം ചെയ്യും. എന്നാൽ അങ്ങനെയല്ല. ഉദ്ദേശം ശരിയായാൽ മാത്രം പോരാ, മാർഗവും ശരിയാകണം. ബൈബിൾ വായിച്ച് നോക്കുന്നവർക്കറിയാം, ഉദ്ദേശം ശരിയായതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ല. ദൈവം പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കണം, പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കണം. നമ്മുടെ മനോഭാവം ബോധമനുസരിച്ച് ആരാധന ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ മതനേതാക്കന്മാർ വിഗ്രഹാരാധന ശരിയാന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധന ശരിയാകുമോ? നമ്മുടെ മതനേതാക്കന്മാർ നമ്മളുള്ളത് ചെയ്തോളം പറഞ്ഞ് അതുകൊണ്ട് ശരിയാകുമോ? ദൈവം ചെയ്യരുതെന്നൊരു കാര്യം പറഞ്ഞിട്ട് ഏത് മതനേതാവ് ചെയ്യണമെന്ന് പറഞ്ഞാലും ആ മതനേതാവ് ദൈവത്തിൻ്റെ വിരോധിയാണ്, ശത്രുവാണ്. അത് സാത്താന്യമായിരിക്കുന്ന മാർഗമാണ്. നമുക്കത് ചെയ്യാൻ അനുവാദമില്ല. വിശുദ്ധ ബൈബിൾ വിലക്കിയിട്ടുള്ളതാണ് വിഗ്രഹാരാധന.
ഒരു കാര്യം ഞാൻ ചിന്തിക്കാറുണ്ട്, ആ മകൻ്റെ മനസാക്ഷി, അവൻ മോഷ്ടിച്ചവനാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസാക്ഷി കുത്തുവന്ന് എൻ്റെ അമ്മയുടെ പണമല്ലേ ഞാൻ മോഷ്ടിച്ചതെന്ന്. അമ്മയോട് ചെന്നവൻ പറഞ്ഞു ഞാനാണത് മോഷ്ടിച്ചതെന്ന്. ഇന്നത്തെ പല ആളുകളുമാണെങ്കിൽ മോഷ്ടിച്ചത് തരമാണ്, അത് കഴിഞ്ഞിട്ട് അവരത് ഉപയോഗിക്കും, അമ്മയോടൊന്നും പറയില്ല. പക്ഷേ എന്നുള്ളത് കൊണ്ട് മോശം വിശുദ്ധമായോ? എന്നുള്ളത് കൊണ്ട് അവൻ നേരുള്ളവനായോ? ഇല്ല. ഇനി പണം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, പോയെന്ന് വിചാരിച്ച് അമ്മ പറഞ്ഞത് അത് പോയത് തന്നെ, ഇനിയിപ്പോൾ അതില്ല. കിട്ടിയപ്പോൾ എന്താണ്? എന്നാൽ ദൈവത്തിനൊരു പ്രസാദമുള്ള വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നാം എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്? നമുക്കൊരിക്കലും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം. വ്യാജ മതഭക്തി എന്ന് പറയുന്നത് മതഭക്തി ദൈവം സ്വീകരിക്കുന്നതല്ല. വ്യാജ മതഭക്തി സാത്താൻ്റെ മാർഗത്തിലും പങ്കിലും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന മതഭക്തികൾ നമുക്ക് ഉപേക്ഷിക്കാം. വിഗ്രഹാരാധന ദൈവം വിലക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു രൂപം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുകയും വണങ്ങുകയും വരുതെന്ന് പറഞ്ഞ ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹവും കാണരുത്. അത് എത്ര നല്ല വിഗ്രഹം, സ്വർണം കൊണ്ടായാലും വെള്ളി കൊണ്ടായാലും പ്ലാറ്റിനം കൊണ്ടായാലും ഒരു വിഷയവുമില്ല. അത് ആരുടെയാലും നിങ്ങൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഏതാളുടെ ആയാലും ഒരു വ്യത്യാസം വരുന്നില്ല. വിഗ്രഹം ഉണ്ടാക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്, യാതൊരു രൂപമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലുള്ള യാതൊന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുതെന്നാണ്. അങ്ങനെ ഏതിൻ്റെയെങ്കിലും രൂപമാണെങ്കിൽ അതൊരു വിഗ്രഹമാണ്. അതിനെ വന്ദിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കുമ്പിടുന്നതും കൊണ്ടു നടക്കുന്നതും കുരിശ് വരയ്ക്കുന്നതും എല്ലാം വിഗ്രഹാരാധനയാണ്. നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വിഗ്രഹാരാധന പരിപൂർണമായി നാം ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ വഴി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, വിഗ്രഹാരാധനയുടെ ഭയങ്കരത ഞങ്ങൾ കണ്ടു കർത്താവേ. മനുഷ്യർ പലപ്പോഴും ഭക്തിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. ആ മകന് ഭക്തിയിലാണ് അമ്മയോടൊക്കെ ചെന്ന് പറഞ്ഞത്, അമ്മേ ഞാനാ അത് മോഷ്ടിച്ചതെന്ന്. അമ്മയാണെങ്കിൽ എത്ര ഭക്തിയോടാണ് പറഞ്ഞത്, മോനെ അതിൻ്റെ പകുതി പണം എടുത്തൊരു വിഗ്രഹം ഉണ്ടാക്കാമെന്ന്. തട്ടാനെ വിളിച്ച് എത്ര ഭക്തിയോടാണ് പറഞ്ഞത്, ഞങ്ങളുടെ ദൈവത്തിന് യഹോവയ്ക്കൊരു വിഗ്രഹം ഉണ്ടാക്കി തരണം. തട്ടാൻ എത്ര ഭക്തിയോടാണ് അമ്മേ വിഗ്രഹം തീർന്നിട്ടുണ്ട്, റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും അത് ശരിയാവുന്നില്ല. തെറ്റെപ്പോഴും തെറ്റായിരിക്കും. തെറ്റിനെ നന്നാക്കാനായിട്ട് വെള്ളപൂശിയാൽ സാധിക്കുകയില്ല. ഈ മകനും ആ അമ്മയും തട്ടാനും അത് വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചവരും വിഗ്രഹത്തെ ആരാധിച്ചവരും ഒരുപോലെ തെറ്റാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് വിഗ്രഹങ്ങളുണ്ടോ? നീ അരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ടോ? കാര്യം സൂക്ഷ്മത ചെയ്യുവാനൊക്കെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ പകൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപ ഒന്ന് സഹായിക്കണമേ. ശക്തിയും ബലവും ഞങ്ങൾക്ക് തരണമേ. ചെയ്യുന്നതിലൊക്കെയും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകണമേ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.